ഹായ്, ഇന്ന് നല്ല കൂവക്കിഴങ്ങും നല്ല കാന്താരി ചമ്മന്തിയും കൂടെ ഒരു കട്ടൻ ചായയും കൂടെയാണ് ഇന്നത്തെ റെസിപ്പി. ഇതാണ് കൂവ എന്ന് പറയുന്ന ആരോറൂട്ട്. മുമ്പ് മിക്കവരുടെയും വീട്ടുപറമ്പിൽ ധാരാളമായി ഉണ്ടായിരുന്ന കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ് കൂവ. ഒരു വൈകുന്നേരത്തെ ആഹാരത്തിനുള്ള വക ഈ ചെടിയിൽ നിന്ന് തന്നെ അന്ന് ലഭിക്കുമായിരുന്നു. ഇന്ന് അതിൻ്റെ ഗുണം മനസ്സിലാക്കാതെ മിക്കവാറും വീടുകളിൽ നിന്ന് കൂവ അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ തോലൊക്കെ ഒന്ന് കളയുകയാണ്. ഇത് തോലോടുകൂടിയും വേവിക്കാം, തോല് ഇല്ലാതെയും തോല് കളഞ്ഞിട്ടും വേവിക്കാം. ഈ കൂവ കഴിക്കുന്നത് ശരീരത്തിൽ പെട്ടെന്ന് ദഹനം നടക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായകമാണ്. ശരീരത്തിലെ നഷ്ടപ്പെട്ട ജലാംശം വീണ്ടെടുക്കാൻ കൂവപ്പൊടി ആട്ടിൻ പാലിൽ ചേർത്ത് നൽകാറുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. വയറ്റിലെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൂവപ്പൊടി വെള്ളത്തിലോ പാലിലോ തിളപ്പിച്ച് നൽകിയാൽ അസുഖം വേഗം സുഖപ്പെടും. അതുപോലെ തന്നെ കോളറ, വയറിളക്കം തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവർക്ക് ഇത് കൂവ അരച്ച് വെള്ളത്തിൽ കലക്കി തെളിച്ച് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ഇതൊക്കെ പണ്ടുള്ളവർ ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉത്തമ ആഹാരമാണ് കൂവ. ഫാറ്റ് കുറവായതിനാലും എനർജി പ്രദാനം ചെയ്യുന്നതിനാലും അമിതാഹാരം കഴിക്കാതെ ശരീരത്തെ ഉണർവോടെ നിലനിർത്താൻ സഹായിക്കുന്നു. കൂവ ഉപയോഗിച്ച് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ കഴിയും. കൂവക്കുറുക്ക്, കൂവ പുഴുങ്ങിയത്, കൂവ പുഡിങ്, കൂവ ഹൽവ, കൂവ പായസം, ബിസ്ക്കറ്റ്, കേക്ക് എന്നിവ അതിൽ ചിലതാണ്. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനത്തിന് വളരെ നല്ലതാണ്. അയൺ ധാരാളം ഉള്ളതിനാൽ അനീമിയ ചെറുക്കാൻ സഹായിക്കും. തണുപ്പായതിനാൽ നല്ല ഉറക്കവും ലഭിക്കും. ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലുകളുടെ തേയ്മാനത്തിനും വെരിക്കോസിനുമൊക്കെ വളരെ നല്ല ഒരു ഔഷധം കൂടിയാണിത്. അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടിയിൽ നമുക്കിത് ഇട്ട് കൊടുത്ത് നമുക്ക് നീളം കൂടുതലുണ്ടെങ്കിൽ അതിനെ മുറിച്ചിട്ട് കൊടുക്കാം. ശരീരത്തിലെ BP നിയന്ത്രിക്കാനും കൂവക്കിഴങ്ങ് നല്ലതാണ്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. കൂവക്കിഴങ്ങ് കുക്കറിലിട്ടും വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു അരമണിക്കൂർ ഒരു ചെറുതീയിൽ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് പാകമായോ എന്ന് നോക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പപ്പടം കുത്തിയുണ്ട് നമ്മളത് കുത്തി നോക്കണം ഓരോന്നും. അപ്പോൾ നന്നായിട്ട് ഇനിയും വേകാനുണ്ട്. അപ്പോൾ വീണ്ടും മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് നമുക്കൊരു കാന്താരി ചമ്മന്തി റെഡിയാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് കാന്താരി മുളക്, പിന്നെ ഒരു ശകലം പുളി, പിന്നെ ഒരു അല്പം പാകത്തിന് ഉപ്പ്, പിന്നെ അതിന് ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഒന്ന് ഇടിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് കൂവ നോക്കാം. അപ്പോൾ എല്ലാം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കൂടെ തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരിമുളക് ചമ്മന്തിയും കൂടെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടെ നമുക്ക് ഇതിൽ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.